നമസ്കാരം. നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേണിൽ ലോവർ ഹൈ ലോവർ ലോ രീതിയിലുള്ള ഒരു ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്തതും മൂവിംഗ് ആവറേജുകൾ ബിയറിഷ് ക്രോസ് ഓവർ നൽകിയതും മൂലം മാർക്കറ്റ് വരും ദിവസങ്ങളിലും കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് കാൻഡിൽ ഫോം ചെയ്തെങ്കിലും 25,763 ക്ലോസിംഗ് നൽകിയത്. അതായത് വരും ദിവസങ്ങളിൽ 25,800-നും 25,600-നും ഇടയിലുള്ള ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. മൂവിംഗ് ആവറേജുകൾ പോസിറ്റീവ് ക്രോസ് ഓവർ നൽകുന്നതോടുകൂടി മാർക്കറ്റ് ഈ കൺസോളിഡേഷനിൽ നിന്നും മുക്തമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇവിടെ 25,950 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 25,500, 25,000 തുടങ്ങിയ റേഞ്ചുകൾ സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്. ഭാരതി ഹെക്സാകോമിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 2% വർദ്ധിക്കുകയും എബിറ്റ് 4% വർദ്ധിക്കുകയും മാർജിൻ 52% വർദ്ധിക്കുകയും ചെയ്തു. പ്രോഫിറ്റ് 7.6% വർദ്ധിച്ച് 392 കോടിയിൽ നിന്നും 421 കോടിയിലേക്ക് എത്തി. ഭാരതി എയർടെലിന്റെ റവന്യൂ 5.4% വർദ്ധിച്ച് 49,463 കോടിയിൽ നിന്നും 52,145 കോടിയിലേക്ക് എത്തി. എബിറ്റ് 6.2%, മാർജിൻ 56.3-ൽ നിന്നും 56.7%-ലേക്കും ഇംപ്രൂവ് ആയി. ഭാരതി എയർടെലിന്റെ നെറ്റ് പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 5,948 കോടിയിൽ നിന്നും 6,792 കോടിയിലേക്ക് എത്തി. സിറ്റി യൂണിയൻ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 14% വർദ്ധിച്ചപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 9% വർദ്ധിച്ചു. പ്രൊവിഷൻ എമൗണ്ട് കുറച്ചതുകൊണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 285 കോടിയിൽ നിന്നും 329 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. ഗ്രോസ് NPA 2.99%-ൽ നിന്നും 2.42%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുകയും ചെയ്തിട്ടുണ്ട്. ഗ്ലാൻഡ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 12% വർദ്ധിച്ച് 164 കോടിയിൽ നിന്നും 184 കോടിയിലേക്ക് എത്തി. റവന്യൂ 5.8% വർദ്ധിച്ച് 1,406 കോടിയിൽ നിന്നും 1,487 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 5.7% ഉയർന്നു. JK പേപ്പറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 3.9% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 41% ഇടിഞ്ഞു. കമ്പനിയുടെ എബിറ്റയിലും 15% ഇടിവ് വന്നു. JK പേപ്പറിന്റെ നെറ്റ് പ്രോഫിറ്റ് 129 കോടിയിൽ നിന്നും 74 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ എബിറ്റ 15% 264 കോടിയിൽ നിന്നും 224 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 15%-ൽ നിന്നും 12%-ലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. ടൈറ്റാന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 28% വർദ്ധിച്ച് 14,534 കോടിയിൽ നിന്നും 18,725 കോടിയിലേക്ക് എത്തി. എബിറ്റ 51% വർദ്ധിച്ച് 1,236 കോടിയിൽ നിന്നും 1,875 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 60% വർദ്ധിച്ച് 704 കോടിയിൽ നിന്നും 1,120 കോടിയിലേക്ക് എത്തി. ACME സോളാറിന്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 115 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 80% വർദ്ധിച്ച് 260 കോടിയിൽ നിന്നും 468 കോടിയിലേക്ക് എത്തി. എബിറ്റ 81% വർദ്ധിച്ച് 221 കോടിയിൽ നിന്നും 400 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഗോഡ്ഫ്രൈ ഫിലിപ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 248 കോടിയിൽ നിന്നും 305 കോടിയിലേക്ക് എത്തി. മാർജിൻ 20%-ൽ നിന്നും 24%-ലേക്ക് ഇംപ്രൂവ് ആയപ്പോൾ എബിറ്റ 277 കോടിയിൽ നിന്നും 314 കോടിയിലേക്ക് ഇംപ്രൂവ് ആയി. പക്ഷേ റവന്യൂ 5% ഇടിഞ്ഞ് 1,360 കോടിയിൽ നിന്നും 1,289 കോടിയിലേക്ക് എത്തി. ഇൻസ്പ്ര ഹെൽത്ത് സർവീസ് എന്ന കമ്പനിയിൽ സിപ്ല 100%-ഓളം സ്റ്റേക്കുകൾ 111 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സിപ്ല എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു കെമിക്കൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മൈനിങ് കോംപ്ലക്സിന്റെ അക്വിസിഷൻ കമ്പനി 2026 ജനുവരി മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. ഫാബ്ടെക് ടെക്നോളജി എന്ന കമ്പനിക്ക് നോർത്ത് ആഫ്രിക്കയിൽ നിന്നും 52 കോടി രൂപയുടെ വെറ്റിനറി ഫോർമുലേഷൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് ഫാബ്ടെക് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റൈറ്റ്സ് എന്ന കമ്പനിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ നിന്നും 372 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. V2 റീറ്റെയിൽ എന്ന കമ്പനിയിൽ QIP വഴി ഫണ്ട് റൈസ് നടക്കുന്നതുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസിൽ 5%-ഓളം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇടിവ് വരാൻ സാധ്യതയുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്